ഹലോ മക്കളെ. സോ 2026-27 അക്കാഡമിക് വർഷത്തിലേക്കുള്ള നമ്മുടെ അക്കാഡമിക് കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഓണം എക്സാമുകൾ, എന്തൊക്കെയാണ് നമ്മുടെ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, അതുപോലെ ക്രിസ്മസ് എക്സാമുകൾ, പബ്ലിക് എക്സാമുകൾ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കലണ്ടർ വഴി അറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് വളരെ ക്വിക്കായിട്ട് ആ കലണ്ടറിനെ ഒന്ന് എന്ത് ചെയ്യാണ്, ഓടിച്ച് വായിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. സോ ആദ്യമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമും അതുപോലെ തന്നെ ഓണം വെക്കേഷനും ആണ്. ഇവിടെ നോക്കിയ മക്കളെ, ആഗസ്റ്റ് 13 മുതൽ 21 വരെയാണ് ഫസ്റ്റ് ടേം എക്സാംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റ് 22-ന് എന്ത് ചെയ്യും, ഓണം വെക്കേഷൻ ആരംഭിക്കും. ഓക്കെ, ദെൻ ഓഗസ്റ്റ് 31-നാണ് സ്കൂൾ എന്ത് ചെയ്യുന്നത്, റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓഗസ്റ്റ് 31-ന് സ്കൂൾ റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ദെൻ സെക്കൻഡ് ടേമിലേക്ക് വരുന്ന സമയത്ത്, സെക്കൻഡ് ടേം എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അത് ഡിസംബർ 10 മുതൽ 18 വരെയാണ്. ഓക്കെ, ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് ഡിസംബർ 10 മുതൽ 18 വരെയാണ്. ദെൻ വെക്കേഷനും അതുപോലെ തന്നെ NSS ക്യാമ്പുകളൊക്കെ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബർ 19 മുതൽ അങ്ങോട്ടേക്കാണ്. ഓക്കെ, NSS-ലൊക്കെ ചേരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ 7 ദിവസത്തെ ക്യാമ്പ് ഈ ഒരു വെക്കേഷൻ സമയത്താണ് ഉണ്ടാവുക. അല്ലാത്തവർക്ക് ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, വെക്കേഷൻ ആഘോഷിക്കാം. സോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂള് ഡിസംബർ 28-ന് റീ ഓപ്പൺ ആവും കേട്ടോ. ഡിസംബർ 28, 2026-ന് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂള് റീ ഓപ്പൺ ആവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് 2 ടേമിന്റെ കേസ്. ഇതില് ഈ ഓണം എക്സാം ഫസ്റ്റ് ഇയേഴ്സിന്, അതായത് നമ്മുടെ +1-ന് ഓണം എക്സാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഓണം എക്സാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ +2-ന് എന്തായാലും ഓണം എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ മെയിൻ എക്സാം ഫേസ് ജനുവരി 22 കൂടി നമ്മള് പ്രാക്ടിക്കൽ എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ജനുവരി 22 കൂടി പ്രാക്ടിക്കൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 16 മുതൽ 23 വരെ മോഡൽ എക്സാമിന്റെ ഡേറ്റുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ മാർച്ച് 2 മുതൽ മാർച്ച് 29 വരെ നമ്മുടെ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമുകൾ നടക്കുന്നതായിരിക്കും. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനോടൊപ്പം നമ്മുടെ അക്കാഡമിക് കലണ്ടർ വന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെക്കാൾ കുറവ് ലീവുകളാണ് അല്ലെ, കുറവ് ലീവുകളാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, അത് കയറി നോക്കണം. ഓക്കെ, സോ വീണ്ടും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ.